വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പുഷ്പ 2യുടെ ട്രailer കണ്ടു. അടിപൊളിയാണ്. അധികം എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നില്ല ഞാൻ, കാരണം വേറൊന്നുമല്ല, എന്തായിരിക്കും ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഡയലോഗ്സും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ പടം എന്തായാലും ഹിറ്റാവും, അതുവരെ കാര്യം. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പടം പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഓരോ പടവും വരുമ്പോഴും നമുക്ക് അത്ര വലിയ പ്രതീക്ഷ തരുന്നില്ല. പക്ഷെ ട്രailerൊക്കെ അടിപൊളി. പക്ഷേ എക്സ്പെക്റ്റേഷൻ വെക്കാതെ തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ട്രailer കണ്ടു. അല്ലു അർജുൻ്റെ കിടു ലുക്ക്, ഡയലോഗ്സ് ആയാലും ശരി, ആക്ടിങ് ആയാലും ശരി അടിപൊളിയാണ്. അല്ലു അർജുൻ മേക്കിംഗ് ഒക്കെ ആയാലും ശരി അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇതിനകത്ത് പറയാനൊന്നുമില്ല. സംഭവം പുഷ്പ 1നെയും കാട്ടിയും 2 ഒക്കെ അടിപൊളിയാണ്. എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രailerൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അവർ രശ്മിക മന്ദാനെ മാരേജ് ചെയ്തിട്ടുള്ള സീൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങളെപ്പോലെ. അപ്പം പടം നല്ല അടിപൊളി പടമായിരിക്കും, കിടുവായിരിക്കും. ട്രailer വേറെ ലെവൽ ട്രailerൊക്കെ വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ പടം കയറും. പക്ഷേ നല്ല കണ്ടൻറ്റാണ്, നല്ല സ്റ്റോറി ലൈനാണ്. നല്ല അല്ലു അർജുൻ്റെ ആ പഴയ ക്യാരക്ടറിനെ കാട്ടിയും പുതിയ ക്യാരക്ടറാണ് എനിക്കിപ്പം കുറച്ചും കൂടി ഇഷ്ടമാവുന്നത്. കാരണം ആള് ചെയ്തിരിക്കുന്ന റോള് അടിപൊളിയാണ്. പക്ഷെ പടം റിലീസ് ഡിസംബർ 5-ാം തീയതിയാണ്. പുഷ്പ 2ൻ്റെ ട്രailerറിൽ കാണിച്ച പോലെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പടം ക്ലിക്കാവും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നില്ല പടത്തിന്. എക്സ്പെക്റ്റേഷൻ കൊടുത്താൽ നമുക്ക് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ പടത്തിൻ്റെ ഒരു റിവ്യൂസ് കണ്ടാണ്, അതേപോലെ. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോയി കാണുന്നതാണ് നല്ലത്. പുഷ്പ 2 എന്ന് പറയുമ്പം എന്താ പറയുക, വെറൈറ്റി കണ്ടൻറ്റൊക്കെ ആയിരിക്കും ഒക്കെ വരുന്നത്. ഞാനും കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ. പക്ഷെ ഒരുപാട് വെയിറ്റിംഗ് അല്ല, എങ്കിലും കട്ട വെയിറ്റിംഗ് ആണ്. പുഷ്പ 2നെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ലെന്ന് വേണം പറയാൻ. കാരണം നല്ല കണ്ടൻറ് ഇട്ടിട്ട് സ്റ്റോറി ലൈൻ വരുമ്പം മോശമായാൽ അത് ആ ഡയറക്ടറാണ് ആ മോശം. തെലുങ്കിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷേ ട്രailer ഡേറ്റ് വരാൻ കുറച്ച് ലേറ്റായി. അത് ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഈ തെലുങ്കിൻ്റെ ഒക്കെ. അപ്പം അതൊക്കെ മാറ്റി നിർത്തി നോക്കിയാൽ അടിപൊളി പടമാവാനാണ് ചാൻസ്. എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ നമ്മൾ പടം കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, പുഷ്പ 1നെ പോലെ ആവത്തില്ല പുഷ്പ 2. അപ്പം എൻ്റെ പിന്നെ നമ്മൾ ആ സോങ്സും കാര്യങ്ങളും പിന്നെ ഡയലോഗ്സ് കുറേ മാറ്റമുണ്ട്, വെറൈറ്റി ഡയലോഗ്സാണ്. പലരും പല ഒപ്പീനിയനാണ്. ഞാൻ പല ആൾക്കാർ റിവ്യൂ കേട്ടു, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. ഞാൻ ട്രailer കണ്ടു. ട്രailer കാണിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പം എല്ലാവരും പോയി നല്ല പടം കാണുക. ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്പെക്റ്റ് ചെയ്താൽ നിങ്ങൾക്കാണ് അത് വലിയ നഷ്ടം. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചെയ്തു, എൻ്റെ ഫാമിലിക്ക് വേണ്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും മറ്റേ പുഷ്പയുടെ 2ൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാത്തത്? കാരണം ഞാനിപ്പോൾ കുറേ നാളായി റിവ്യൂ ചെയ്യുന്നെങ്കിൽ തന്നെ നല്ല റിവ്യൂസേ ചെയ്തോളൂ. പിന്നെ അതല്ല, കങ്കുവ കണ്ടില്ല. കങ്കുവയുടെ ഒരു എന്താ പറയുക, കങ്കുവ സിനിമയല്ല എന്നാലും പറയുക, കങ്കുവ കണ്ടില്ല. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് കാണാൻ പോകാൻ തോന്നുന്നില്ല. ഓക്കെ, അപ്പം എക്സ്പെഷ്യലി നമ്മൾ പുഷ്പ 2നെ കുറിച്ചാണ് പറഞ്ഞോട്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പുഷ്പ 2 എന്താ പറയുക, അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. പക്ഷേ എക്സ്പെക്റ്റേഷൻ വെക്കാനേ പാടില്ല. ആ സ്റ്റോറി അറിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഡിസംബർ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ഒക്കെ പടം കാണാൻ പോകുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ്.
അപ്പം എല്ലാവരും പടം പോയി ഡിസംബർ 5 പോയി കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, അല്ലു അർജുൻ പൊളിയാണ്, ഡയറക്ടേഴ്സാണ് അലമ്പാക്കുന്നത്. ഓക്കെ, അപ്പം പുഷ്പ 2യുടെ ഡയറക്ടറിൻ്റെ ഒരു രീതി എങ്ങനെയുണ്ടെന്ന് ഫിലിം കണ്ടിട്ട് ഞാൻ പറയാം. ഓക്കെ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.